നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസമാണ് ബാലയ്ക്കെതിരെ മകൾ അവന്തിക രംഗത്തെത്തിയത്. അച്ഛൻ മദ്യപിച്ച് അമ്മയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിയാൻ ശ്രമിച്ചുവെന്നും തനിക്ക് അച്ഛനെ കാണാനോ സംസാരിക്കാനോ താല്പര്യമില്ലെന്നും മകൾ വ്യക്തമാക്കി. പിന്നാലെ മറുപടിയുമായി ബാല എത്തി. മകളോട് തർക്കിക്കാനില്ലെന്നും ഇനി ഒരിക്കലും അച്ഛനെന്ന അവകാശവാദമായി വരില്ലെന്നും ബാല വ്യക്തമാക്കി. ഇതോടെ അവന്തികയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വലിയൊരു രീതിയിൽ സൈബർ ആക്രമണമുണ്ടായി. തുടർന്ന് പ്രതികരണവുമായി അമൃത രംഗത്ത് വന്നു. ബാലയിൽ നിന്ന് ശാരീരികമായും മാനസികമായും നേരിട്ട പീഡനം സഹിക്കവയ്യാതെയാണ് ആ വീട് വിട്ട് ഇറങ്ങിയതെന്ന് അമൃത വെളിപ്പെടുത്തി. എന്നാൽ പാപ്പുവിനും അമൃതയ്ക്കുമെതിരെ സൈബർ ആക്രമണം പരിധി വിട്ടപ്പോൾ രൂക്ഷമായി പ്രതികരിച്ച് അഭിരാമി സുരേഷ് രംഗത്ത് വന്നു. എന്നാൽ അഭിരാമിയുടെ ജീവന് ഭീഷണി എന്ന തരത്തിൽ ഇപ്പോൾ സംശയമേറുകയാണ്. കഴിഞ്ഞ ദിവസം അഭിരാമി സുരേഷ് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് കുറിപ്പിലാണ് തന്റെ ജീവന് അപകടം നേരിടാമെന്ന തരത്തിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ആരെയും ഉദ്ദേശിച്ചല്ല എന്ന് പറയുമ്പോഴും അതിലെ വാചകങ്ങൾ എവിടെയെല്ലാമോ ബന്ധപ്പെട്ട് കിടക്കുന്നതായി സൂചനയുണ്ട്. അമൃതയെ പിന്തുണച്ച് അഭിരാമി ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. കൂടാതെ സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ അഭിരാമി സുരേഷ് നിയമ നടപടിയുമായി മുന്നോട്ടാണ്. പുറത്തെ കനത്ത അപ്രതീക്ഷിതമായ മഴയും ഇടിമിന്നലുമൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകൾ മാത്രം. ആരെങ്കിലും ഉദ്ദേശിച്ചാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. PR വർക്ക് ചെയ്യുന്ന പാവങ്ങളുടെ വയറ്റത്തടിക്കാൻ താല്പര്യമില്ല. വീട്ടുകാരെ പറഞ്ഞതൊന്നും പറഞ്ഞ് തോക്കെടുത്ത് ഗുണ്ടായിസം കാണിക്കാനുമില്ല. പക്ഷേ ഒന്നിലധികം സാമ്പത്തികമായും നിന്നോടൊപ്പം ഏറ്റുമുട്ടാനുള്ള കരുത്തും കുറവെന്നറിഞ്ഞുകൊണ്ടുള്ള പാവപ്പെട്ടവരോടുള്ള നീണ്ട കളികൾ കാലാകാലം നിന്റെ കളികൾ പുറത്തു കൊണ്ടുവരും. അന്ന് നീ തല കുനിക്കുന്നിടത്ത് മലയാളം നാട് കാണും. മുകളിൽ നിന്ന് നീ എന്റെ പരേതനായ അച്ഛനെ കാണും. നീ നശിപ്പിച്ച് കണ്ണീരൊഴുക്കിപ്പിച്ച പെറ്റ തള്ളമാരും സത്യമുള്ള അച്ഛന്മാരും നിന്റെ കള്ള പ്രണയത്തിൽപ്പെട്ട സാധു സ്ത്രീകളും കാണും. മലയാളികളുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. കാലങ്ങളോളം നാട്ടുകാരെ പറ്റിച്ച കപട നാടകങ്ങൾ പൊളിയുമ്പോൾ അവരുടെ നാട്ടിലെ കുട്ടികളെ ഉപദ്രവിച്ചവർക്കെതിരെ എന്റെ നാട്ടിലെ ഏട്ടന്മാർ വെറുതെ വിടില്ല കേട്ടോ. തോക്കിലെ ഒരു ഉണ്ട ചേച്ചിക്കെന്ന പലരോടും പറഞ്ഞല്ലോ. ഒന്ന് എന്റെ നെഞ്ചത്തൂടെ വിട്ടിട്ട് മാത്രമേ അടുത്തത് പൊട്ടൂ. പിന്നെ ഒരു കാര്യം, വേഗം തീർത്തു കളയല്ലേ. ഒരു കുറിപ്പൊക്കെ ഇപ്പോൾ തന്നെ എഴുതി വച്ചേക്കാം. ജീവന്റെ അപായം കാരണം എന്റെ പ്രാണൻ വെച്ചുള്ള പോരാട്ടമാണിത്. നിന്റെ ശരിയായ മുഖം മലയാള നാട് കണ്ടിട്ട് വേണമെങ്കിൽ തീർത്തോ. എന്റെ അച്ഛനോട് ചെയ്യുന്ന പുണ്യമെന്ന് കരുതി നിന്നെ പോലെ നിന്റെ വാടകയ്ക്കെടുത്ത പാവങ്ങളും ഒക്കെയുള്ള ഈ നാട്ടിൽ നിന്ന്, ഈ ലോകത്ത് നിന്ന് പോകുന്നത് തന്നെയാണ് ഭേദം. നിന്നെ പേടിച്ച് വെന്ത് ജീവിച്ച എന്റെ കുടുംബം പോലെ ബാക്കിയുള്ളവരുടെ കുടുംബങ്ങളും എന്നും അവർ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നതും മതി നിന്റെ പണക്കൊഴുപ്പിന്റെ അഹങ്കാരം ഒരു നാൾ തീരാൻ. ഞങ്ങളെ ശക്തരാക്കിയതിന് ഞങ്ങളുടെ കാലിന് നന്ദി. പക്ഷെ നീ എണ്ണി എണ്ണി പറയേണ്ടി വരും. നീ പറയുന്ന ദൈവത്തിനോട് ഒരിക്കൽ. രണ്ടാം ജന്മം എന്നതിന്റെ മറവിലുള്ള കഥകൾ അറിയാമെങ്കിലും ഞാൻ പറയുന്നില്ല. എന്നിട്ടും മാറാത്ത ആളുകളെ ദൈവം പോലും വെറുക്കും. ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തും. പക്ഷേ പന എങ്ങനെയാ ഒടുങ്ങുന്നതെന്ന് അറിയാമോ? അപ്രതീക്ഷിതമായി ഇടിമിന്നലേറ്റ് എന്നായിരുന്നു അഭിരാമിയുടെ കുറിപ്പ്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പരിഹാസ പ്രതികരണങ്ങൾ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു നേരത്തെ അഭിരാമി പ്രതികരിച്ചിരുന്നത്. കാര്യങ്ങൾ അറിയാതെയാണ് പലരും സംസാരിക്കുന്നതെന്നും ഈ സമൂഹ മാധ്യമ ആക്രമണം അവസാനിപ്പിക്കണമെന്നും അഭിരാമി ഫേസ്ബുക്കിൽ പറഞ്ഞു. ഒരു പെണ്ണിനോടും കുടുംബത്തെയും വേട്ടയാടുന്നതിനൊക്കെ വലിയ നന്മ പറഞ്ഞ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അഭിനയിക്കാൻ അറിയുന്നവർക്കൊക്കെ കണ്ണീരൊഴുക്കാനും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. അതും ഇത്രയും പാട്രിയാർക്കലായ ഒരു നാട്ടിൽ. പക്ഷേ മനസ്സാക്ഷിയെ തൊട്ട് പറയടോ എന്നാണ് അഭിരാമി കുറിച്ചത്. ഓൺലൈൻ ആങ്ങളെ കളിക്കേണ്ടത് നാട്ടിലെ ഒരു പെൺകൊച്ചിനെയും കുടുംബത്തെയും വലിച്ചു കീറുമ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ്. അല്ലാതെ കള്ളക്കണ്ണീർ കാണിക്കുന്ന പ്രൊഫഷണൽ തന്നെ അഭിനയമായവരെ അല്ല എന്നും അഭിരാമി പറഞ്ഞു.